തട്ടും മുട്ടും മോഹം മുട്ടും തട്ടും ദാഹം നോക്കി നിന്നാൽ കണ്ണും കണ്ണും പിടിവിടും കാലം. പെണ്ണായാൽ കണ്ണിലുണ്ട് താളം, പെണ്ണിന്റെ നടക്ക് താളം, പെൺപൂവിൻ ഇതളിലുണ്ട് താളം, പെൺമോഹം അഴക് തഴുകും താളം, ചിരിപ്പ് താളം, നടപ്പ് താളം, പെൺവഴക്കടിച്ചാലതും താളം, പെൺമോടിയ മനസ്സ് മറിക്കും താളം, പെണ്ണോടിടയും മുളതപ താളം. പ്രേക്ഷകരെ, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ എന്തായാലും വാശിയേറിയ പോരാട്ടത്തിനായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഷോയുടെ ജഡ്ജസ് ആയ രണ്ടുപേരെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മധു മഞ്ജരി, കിലുങ്ങണല്ലോ കാൽത്തളകൾ കിണുകിണക്കിണുങ്ങണല്ലോ കരളിന്റെ കരളെ പറയാമോ ഞാനൊന്നു കൂടെ പോന്നോട്ടെ താഴ്വാരമാകെ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി. ഓ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി. കുത്തിവള കിലുകിലുങ്ങണല്ലോ കാൽത്തളകൾ കിണുകിണക്കിണുങ്ങണല്ലോ കരളിന്റെ കരളെ പറയാമോ ഞാനൊന്നു കൂടെ പോന്നോട്ടെ താഴ്വാരമാകെ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി. ഓ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി. എത്ര നാളെ മതിച്ചേട്ടാ, നമ്മള് മതിച്ചേട്ടൻ കണ്ടിട്ട് എവിടെയായിരുന്നു? ഞാനൊരു നീണ്ട പ്രയാണത്തിലായിരുന്നു. എവിടെയായിരുന്നു? ഞാൻ ലണ്ടനിലായിരുന്നു. ലണ്ടൻ. അതെ, നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ പുതിയ ഒരു രൂപത്തില്. നല്ല മെറ്റീരിയല്. എന്താ കൊള്ളാലോ. നല്ല മെറ്റീരിയലിന്റെ പേരൊന്നും വെട്ടിത്തച്ചതോ റെഡിമെയ്ഡോ? റെഡിമെയ്ഡ് അല്ല, തയ്ച്ചതാ, വെട്ടി തയ്ച്ചതാ. വെട്ടി തയ്പ്പിച്ചതാ. ഇതൊക്കെ ചെയ്തേ പറ്റുവനി, കാരണം അഞ്ജലി എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ച് കുടുങ്ങിയിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അഞ്ജലി എന്ത് അതൊക്കെ അറിയണ്ടേ? ഒരാഴ്ചയായിട്ട് ഇപ്പൊ ഇതാ നടക്കണേ. മധുചേട്ടൻ ശരി, ഞാൻ പോയപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നടക്കണത്? നടന്നില്ല. പല്ല് കമ്പിട്ടു. അതെ, ഡെയിന് എത്ര നാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. പല്ല് കമ്പിട്ടു എന്തിനാ നാണം? ചിരിക്കുമ്പോ അല്ല, സ്ത്രീകളെ ഇനി വശീകരിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റൈലിന് തയ്യാറെടുപ്പാണ്. ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചാൽ ശരിയാവില്ല. നിങ്ങൾ കൂട്ടിന് ഒരാളെ വേണം. അതാരാ? നിങ്ങൾ എന്നാലും നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരു അമ്മയെ പോലെ സ്നേഹിക്കുന്ന അത്രയും വാത്സല്യമുള്ള ഒരാള്. അതാരാണ് അമ്മയെ പോലെ? അതാരാ? ജയഭാരതി ചേച്ചിയോ? പറയട്ടെ, പൊട്ടിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം ആശാ ശരത്. വെണ്ണില് വെണ്ണില് നീല നില
2 സ്റ്റെപ്പിന് മതി. മതില്ലേ? കിട്ടിയ ആ ഒരു 2 വരിയെങ്കിൽ 2 വരിയില് നമ്മള് മാക്സിമം അതാണ്. ഡാൻസ് അത്രേ കളിച്ചിട്ടുണ്ട്. മജിച്ചേട്ടന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിട്ടാ വന്നേ. കണ്ടായിരുന്നോ? മഞ്ജരി ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ ഡാൻസ് കളിക്കുന്നില്ല എന്നിട്ടൊക്കെ വന്നത്. അതെ പക്ഷെ ഇവിടെ വന്ന് കളിച്ചു. അതെ. ആശേച്ചി എനിക്കറിയില്ല അത് ഡാൻസ് കളിക്കണം എന്നെ നിർബന്ധിക്കരുത് എന്നൊക്കെ. ഇങ്ങോട്ട് പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് നിർത്താൻ പറ്റില്ല. അതെ അടികൂടലാണ് അതെ സത്യം. രക്ഷയില്ല. മക്കളായിട്ട് ഇവർ രണ്ടുപേരും സങ്കല്പിക്കുകയാണെങ്കിൽ രണ്ടുപേരും നല്ല കുരുത്തക്കെട്ട പിള്ളേരാ. ഉള്ള കാര്യം ഓപ്പറേറ്റ് അമ്മയോട് പറയാലോ. മധുവിനെയാണോ മകനായിട്ട്? മധു എന്നെക്കാളും മൂത്തതാണ്. കൊള്ളാം നല്ല രസമുണ്ട്. അടുത്തത് ഒരു മാസം അല്ലേ? എല്ലാം ഒരു മാസം. നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മള് അമ്മയും അച്ഛനും കൂട്ടുകാരനും എല്ലാരും ആണല്ലോ. എല്ലാവരുമാണ്. അതെ അതെ. അപ്പൊ നമുക്ക് അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം. ഓക്കെ, 3 പേരൊന്നും അടങ്ങിയല്ലോ. ഞാൻ എപ്പോഴേ അടങ്ങി. ഓക്കെ, അപ്പൊ 3 പേര് അവിടെ പോയിരുന്നോളൂ. നമ്മുടെ മത്സരാർത്ഥികളെല്ലാം മത്സരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? ഒരു കയ്യടി എടുത്ത്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ എല്ലാവർക്കും. ഓക്കെ പ്ലീസ്. പ്രേക്ഷകരെ, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ നമ്മുടെ ജഡ്ജസ് 3 പേരും ആ സീറ്റിൽ എത്തിയിരിക്കുകയാണ്. 3 പേരും റെഡി അല്ലേ? റെഡി. നമ്മുടെ ഈ വീക്കിലെ നമ്മുടെ മത്സരം, നമ്മുടെ ആവേശ പോരാട്ടം നമുക്ക് തുടങ്ങിയാലോ? പിന്നെ മതിച്ചേട്ടാ, പിന്നെ 2 ആഴ്ച മതിച്ചേട്ടന് ഇല്ലാത്തതിന്റെ ഒരു ക്ഷീണം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം കോസ്റ്റ്യൂംസിനെ പറ്റി പറയാൻ ആളില്ല. എല്ലാം ആശ ചേച്ചി ഏറ്റെടുത്തു. അല്ലെ, മതിച്ചേട്ടൻ ഇല്ലാത്ത ഞാൻ മധു ഇല്ലാത്തത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് പറയേണ്ടി വന്നു. കാരണം മതിച്ചേട്ടന്റെ ആ ഒരു മിസ്സിങ് വല്ലാത്തൊരു മിസ്സിങ് ആയിരുന്നു. സാല്ല, നമുക്ക് എന്തായാലും ഇനിയുള്ള ആഴ്ചകളിൽ മതിച്ചേട്ടൻ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. എവിടെയായിരുന്നു ഇത്ര നാള്? ഞാനൊന്ന് ലണ്ടൻ വരെ പോയതാണ്. പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി പോയി, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. ചിത്ര ചേച്ചി ഞാനുമായിരുന്നു. അതെ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ മത്സരം തുടങ്ങിയാലോ? തുടങ്ങാം. നല്ല ആവേശ പോരാട്ടത്തിനുമായി നമ്മുടെ മത്സരാർത്ഥികൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മത്സരം നടക്കുന്നത്. 1 ഡ്യുവറ്റ് റൗണ്ട്, 2 ഫേവറേറ്റ് സോങ് റൗണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ മത്സരാർത്ഥി വിളിക്കാം. തീർച്ചയായിട്ടും. ലെറ്റ്സ് വെൽക്കം അമൃത ജയകുമാർ. ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന മൂവിയിലെ ചന്ദ്രകളപം ചാർത്തി ഉറങ്ങും തീരം എന്ന സോങ്ങാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇനി സ്റ്റേജിൽ അമൃത, ഹലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആണല്ലോ കോമ്പിനേഷൻ. ഒരു മാച്ച് ഉണ്ടല്ലോ. ശരിയാണല്ലോ. അപ്പൊ എന്തായാലും അമൃത, ആദ്യത്തെ പെർഫോമൻസ് ആണ് ഈ വീക്കിൽ അല്ലേ? ഓക്കെ, ഏത് റൗണ്ടാണ് ഫേവറേറ്റ് സോങ്? ഏതാണ് ഫേവറേറ്റ് സോങ്? ചന്ദ്രകളപം ചാർത്തി ബ്യൂട്ടിഫുൾ സോങ്. അതെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പാടിക്കോളൂ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. തീരത്ത്
നൈസ് നൈസ് നൈസ്. അമൃത Hi. ഫേവറേറ്റ് സോങ് റൗണ്ടിൽ പെർഫോമൻസ് ആണ് കഴിഞ്ഞത്. അതെ. ആരുടെ ഫേവറേറ്റ് സോങ് ആണിത്? എന്റെ ഫേവറേറ്റ് ആണോ? സ്വന്തമായിട്ട് സെലക്ട് ചെയ്താണ്. അതെ. എന്തായാലും നല്ലൊരു സെലക്ഷൻ. ആ സെലക്ഷന് വലിയ കൈ കേട്ടോ. ഇനി നമുക്ക് പാട്ടിനെ കുറിച്ച് ചോദിക്കാം. മഞ്ജരി. അസലായി പാടി. താങ്ക് യു മാം. അമൃത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്കൊക്കെ എപ്പോ ഇങ്ങനെ കേട്ടാലും ആഹാ ഇങ്ങനെ സുഖമായിട്ട് സാധാരണ ഒരു ബീച്ചിലൊക്കെ ഇങ്ങനെ കടലൊക്കെ ഇങ്ങനെ നോക്കി കിടക്കുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. സുന്ദരായിട്ട് പാടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മഞ്ജരി. മഞ്ജേട്ടാ. അമൃത നല്ല ഉഗ്രം പാട്ട്, നല്ല സെലക്ഷൻ. അമൃതയ്ക്ക് ഇനിയും ഈ ഭൂമിയിൽ ജനിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? പിന്നെ തീർച്ചയായും. തീർച്ചയായിട്ടും. എന്തിനൊക്കെ അത് അമൃതയായി തന്നെ ജനിക്കണോ അല്ലെങ്കിൽ അടുത്ത ജന്മം? അടുത്ത ജന്മം ചിത്ര ചേച്ചിയോ മധുചേട്ടനോ മഞ്ജരിയോ ആശ ചേച്ചിയോ ഡെയിനോ അങ്ങനെ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരെ പോലെ വീണ്ടും ജനിക്കണം. കാക്ക, എനിക്ക് പൂച്ച. എനിക്ക് എന്റെ കണ്ണേട്ടന്റെ ഞാൻ പറയാനിരുന്നായിരുന്നു അത് തന്നെ. അപ്പൊ എന്റെ എന്നും കണ്ണേട്ടന്റെ അതെ ഇന്നും കണ്ണേട്ടന്റെ അതെ അതെ. മാത്രം അമൃതയായിട്ട് അല്ലേ എത്ര ജന്മം കഴിഞ്ഞാലും. അതെ. ഓ അപ്പൊ കൊതി തീരും വരെ പ്രേമിച്ചോ? ഇല്ല. ഇനിയും പ്രേമിക്കാനോ? ഇനിയുള്ളല്ലേ? തൊട്ടിരിക്കുകയാണല്ലോ. ഓക്കെ. അപ്പൊ പാട്ട് നന്നായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. Thanks. പാടിയത് ഉഗ്രനായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം. അനുപല്ലവിയിലും ചരണത്തിലും ഒരേ സ്ഥലത്താണ് ഒരു പ്രോബ്ലം ഉണ്ടായത്. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ. രണ്ടാമത് അത് വരുമ്പോ അത് ധൃതി പിടിച്ചാൽ അത് നിർത്തിയിട്ട് അടുത്തേക്ക് ചാടുകയാണ് വേഗം. ശ്വാസം കിട്ടാതെ വന്നോണ്ട് അതല്ല, അത് ശ്രദ്ധിക്കണം. അപ്പൊ പാട്ടിന് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫ്ലോ നഷ്ടപ്പെടും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു സംഭവം, ഇങ്ങനെ സസ്റ്റെയിൻ നോട്ട്സിലൊക്കെ വിറ വരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മധുചേട്ടാ. ആ ചേച്ചി. അമൃതകുട്ടി ചേച്ചി. കുറച്ച് വയ്യാണ്ടിരിക്കുകയായിരുന്നു അമൃതകുട്ടിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ആയി വരുന്നു അല്ലേ? ആയി വരുന്നു. ഒരു സമാധാനമാണ് എനിക്കും പാടി കഴിഞ്ഞപ്പോൾ. ഇനിയൊരു റൗണ്ടും കൂടി ഉണ്ട് അല്ലേ? ഇനി ഒരു റൗണ്ട് കൂടി Duet round കൂടി. ശരിക്കും പറഞ്ഞാൽ ചില പാട്ടുകൾ കേൾക്കുമ്പോഴേ നമുക്കിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു പാട്ടാണ്. അർത്ഥവത്തായിട്ടുള്ള വരികൾ. മോള് നല്ല രസമായിട്ട് പാടി. കറക്ഷൻസ് ഒക്കെ അവര് പറഞ്ഞു. ഐ ആം ഹാപ്പി കേട്ടോ. ഞാൻ സന്തോഷവതിയാണ്. ആ ചേച്ചി. അപ്പോ താങ്ക് യു സോ മച്ച്. അമൃത, ഇനി നമ്മൾ റിസൾട്ട് അറിയാൻ പോവുകയാണ്. നമുക്കറിയാം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, പക്ഷേ നല്ല കമന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നല്ല മാർക്സും കിട്ടി കാണണം അല്ലേ? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെ നമുക്ക് ഗോൾഡൻ ബസ്റ്റർ നേടാൻ പറ്റിയില്ല. ഇനി നമ്മൾ സേഫ് ആണോ അല്ലയോ എന്നാണ് അറിയാൻ പോകുന്നത്. എന്താ തോന്നുന്നത്? സേഫ് ആകുമോ? ആഗ്രഹമുണ്ട്. റിസൾട്ട് പറയട്ടെ? പറയാം. എന്ത് വന്നാലും നേരിടും. ഓക്കെ അമൃത, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇന്ന് ഒരു റൗണ്ട് കൂടി ഉണ്ട്. ഡ്യുവറ്റ് റൗണ്ട് ആണ്. അപ്പൊ കൂടെ ഒരാളും കൂടി ഉണ്ടോ? ഓൾ ദി ബെസ്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യാൻ അടിച്ചു വിളിക്കാം. താങ്ക് യു സോ മച്ച്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ മത്സരം തകൃതിയായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജഡ്ജസ്. അപ്പോ അടുത്തതായി നമ്മൾ ഒരു മത്സരാർത്ഥിയല്ലേ വിളിക്കുന്നത്, രണ്ടുപേരെയാണ്. അതെന്താ അങ്ങനെ? അടുത്തായി ഇവിടെ ഡ്യുവറ്റ് റൗണ്ട് ആണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ രണ്ട് മ്യൂസിക്കൽ വൈസ് ഒരുമിച്ച് ഇവിടെ പെർഫോം ചെയ്യുന്നു. നിങ്ങൾ അവരുടെ പാട്ടിന് വിധി എഴുതുന്നു. അതൊരു വെറൈറ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും അവരെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം അൽക്ക ആൻഡ് നിഖില. ഇപ്രാവശ്യം ഡ്യുവറ്റ് റൗണ്ടിൽ ഞങ്ങൾ രണ്ടുപേരുമാണ് പെയർ വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്ന പാട്ട് മെഹറുബ എന്ന് പറഞ്ഞൊരു ഫേമസ് സോങ് ആണ്. ഞങ്ങൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റേജിൽ പാടാൻ പറ്റണേ എന്ന് മാത്രമാണ് ഒരു പ്രാർത്ഥന. അപ്പോൾ ഇനി ഫ്ലോറിൽ കാണാം. അങ്ങനെ രണ്ടുപേരും ഇവിടെ നിശ്ചലരായി നിൽക്കുകയാണ്. നിശബ്ദരായി നിൽക്കുന്നു. രണ്ട് ഉമ്മിച്ചു കുട്ടികൾ. അവരെ ശബ്ദിപ്പിക്കണ്ടേ? ശബ്ദിപ്പിക്കണം. ഏത് പാട്ടായിരിക്കും? അതായിരിക്കും നല്ലത്. അടിപൊളി. തകർക്കാൻ വേണ്ടി വന്നേക്കാണ്. അതെ, ശരി. അപ്പൊ എന്തായാലും നിങ്ങളുടെ രണ്ടുപേരും ഡ്യുവറ്റ് റൗണ്ടിലുള്ള സമയമാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കിലുകിലുങ്ങൊരലക്കത്തിട്ട് മിനുക്ക സവടി തട്ടമിട്ട് പുന്തിരി ചുണ്ടിൽ പുഞ്ചിരിയിട്ട് പാടി മെഹറുബ ഒന്ന് പാടി മെഹറുബ. മെഹറുബ മെഹറുബ ഹേ പുതുക്ക പെണ്ണേ മെഹറുബ. മെഹറുബ മെഹറുബ പുതുക്ക പെണ്ണേ മെഹറുബ. കട്ട കൊട്ട
ഗുഡ് വെരി ഗുഡ് സൂപ്പർ. അൽക്ക, നിഖില, നമുക്ക് പാട്ടിനെ കുറിച്ചൊക്കെ ചോദിക്കാം. പക്ഷെ അതിനു മുമ്പ് കോറസില് നമ്മുടെ പഴയ കണ്ടസ്റ്റന്റ് ഡോക്ടർ അമലു ആയിരുന്നു. അത് അതെ അതെ ശ്ശേടാ, മിസ്സായി പോയി. കണ്ടു മറന്ന മുഖം. കണ്ടുപറഞ്ഞ മുഖം. ഡോക്ടർ അമലുവിന് ഒരു അനീതി കുട്ടിയുണ്ട്. അതെ. ഞാൻ പേര് വരെ മറന്നിട്ടില്ല. എന്താ കഥ? എവിടെ ഡോക്ടർ അമലു? എവിടെ? കോറസിൽ നിക്കണ കണ്ടപ്പോ ഞാനിത് അതുല്യാണോ അമലു ആണോ അഞ്ജലിയാണ്. ഇനി ഒന്നും പറയണ്ട. അതുല്യ അവിടെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ഇരിക്കുകയാണ്. എന്ത് പറ്റി? അഞ്ജലിമാരുടെ എന്താ പറയാ, എന്താ ഇവിടെ നടക്കണേ? എന്ത് അഞ്ജലി? എന്നെ ഇത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് ഇങ്ങോട്ട്. അഞ്ജലി കീർത്തനയൊന്നും വന്നാ മാറി പോകുന്നതല്ലല്ലോ നമ്മുടെ. അതുല്യന്റെ അടുത്ത് പറഞ്ഞു. അതില് ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൽ സത്യം പറഞ്ഞ കോറസ് പാടം വരുമ്പോ അനീത്തിക്കുട്ടിയും കൂടി കൂട്ടായിരുന്നു. അവിടെ ആ സൈഡിൽ ഇരിക്കുന്നതായിരുന്നു അതിന്റെ ഒരു വൃത്തി. ഓക്കെ, എന്തായാലും ഒറ്റയ്ക്കാണ് വന്നതല്ലേ? ഓക്കെ, അപ്പൊ ഇനി വരുമ്പോ അതില് കൂട്ടാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഒരു പഞ്ചാര കുട്ടനാണല്ലേ? ഞാൻ ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചിരുന്നത്. പിന്നെ എങ്ങനെയാ പ്രതീക്ഷിച്ചത്? പല പ്രതീക്ഷകളുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി വെച്ചു. നമ്മള് വരുന്ന കുട്ടികളെയും നമ്മുടെ വരുന്ന കണ്ടസ്റ്റൻസിനെയും ഒക്കെ ട്രീറ്റ് ചെയ്യാൻ, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇത്. അപ്പോ ഡോക്ടർ അമലുവിന്റെ അനീതി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും അനീതിയെ പോലെയാണ്. എല്ലാവരുടെയും എന്റെ അല്ല, എല്ലാവരുടെയും അനീതിയെ പോലെയാണ് അല്ലേ? എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. അത്രേ ഉള്ളൂ. അമലു, അപ്പൊ അടുത്ത പ്രാവശ്യം അതുല്യമായിട്ട്. Okay, bye. ബൈ ബൈ. അൽക്ക, നിഖില, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് കേൾക്കാം. അപ്പൊ ആദ്യം ആരുടെ പാട്ടിനെ കുറിച്ച് കേൾക്കണം? അൽക്കയുടെ വേണോ നിഖിലയുടെ വേണോ? ആരായാലും കുഴപ്പമില്ല. അൽക്കാനെ പറ്റി പാട്ടിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. മഞ്ജരി മൊഞ്ചത്തി ആയിട്ടുണ്ടെന്ന്. താങ്ക് യു. നല്ല ഭംഗിയായിട്ട് ഡ്രസ് ചെയ്ത് മെഹർബ എന്ന് പറഞ്ഞ പാട്ടിന് അനുയോജ്യമായ രീതിയിൽ വന്ന അൽക്കയ്ക്ക് വലിയൊരു കൈയടി. താങ്ക് യു. അൽക്ക സൂപ്പറായിരുന്നു. അൽക്ക അസലായിട്ട് പാടിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് അൽക്ക വർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങള് ഉഴപ്പ് പോലെ വരുന്നുണ്ട്. ആ ഉഴപ്പ് എന്ന് പറയുന്നത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നമുക്കൊരു ലാഗ് ഇങ്ങനെ, നമ്മുടെ നാട്ടില് സാമട്ട് എന്ന് പറയും. പാട്ട് തുടങ്ങാൻ അൽക്കയ്ക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിങ്ങനെ ഒഴുകിപ്പോന്നു. ആ സ്ഥലം സമത്തിന് തുടങ്ങുന്നില്ല. അതുപോലെ കുറച്ച് സ്ഥലങ്ങള് ശ്വാസം കിട്ടുന്നില്ല. നിഖില വളരെ നന്നായി പാടി. അൽക്കയെ പോലെ തന്നെ മിടുക്കിയായി നിന്ന് സുന്ദരിയായി നിന്ന് അസലായിട്ട് പാടി. തന്നെ രണ്ടുപേരും ഭംഗിയായിട്ട് പാടി. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു എന്താ പറയാ, സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് എടുത്താൽ മതി. താങ്ക് യു മഞ്ജരി. മതിച്ചേട്ടാ? അൽക്ക, നിഖില രണ്ടുപേരും നല്ല സ്റ്റൈലായിട്ടുണ്ടെന്ന് കാണാൻ. അതുപോലെ തന്നെ പാട്ടും വളരെ നന്നായിട്ട് പാടി. രണ്ടുപേരും നന്നായിട്ട് പാടി. എനിക്ക് കുറച്ചും കൂടി വേർഡ്സിന്റെ ക്ലാരിറ്റി, അൽക്കയ്ക്ക് കുറച്ചും കൂടി വേർഡ്സിന്റെ ക്ലാരിറ്റി വേണം എന്ന് എനിക്ക് തോന്നി. ചില ഭാഗങ്ങളിൽ സെലക്ഷൻ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. താങ്ക് യു മഞ്ജേട്ടാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ആ ചേച്ചി? അൽക്കക്കുട്ടി, നിഖിലക്കുട്ടി രണ്ട് സുന്ദരി കുട്ടികളായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാട്ടിന് പറ്റിയ കോസ്റ്റ്യൂമാണ്. ഇത് മാത്രമല്ല, എനിക്കൊരു ഫെസ്റ്റിവലിന് പോയ പോലെ, ഒരു ഉത്സവത്തിനൊക്കെ പോയ പോലെ, കല്യാണമൊക്കെ അവർ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ആ പാടുന്നവരും ഡാൻസ് ചെയ്യുന്നവരും അവരോടൊപ്പം കൂടുന്ന ഞങ്ങളും ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ഫീലായിരുന്നു. എൻറ്റയർ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആദ്യം ആരുടെ റിസൾട്ട് പറയണം? അൽക്കയുടെ അറിയണോ നിഖിലയുടെ അറിയണോ? നിഖിലയുടെ അറിയാം. ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ ജഡ്ജസ് എടുത്തു പറഞ്ഞൊരു കാര്യം, സോങ്ങിൽ വന്ന സെലക്ഷനിൽ വന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. പാട്ട് നല്ല പാട്ടാണ്, നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് സോങ് ആണ്. നമുക്കൊരു എന്താ പറയുക, ഒരു കളർഫുൾ, ഒരു ഫെസ്റ്റിവൽ മൂഡ് തരുന്ന ഒരു പാട്ടാണ്. പക്ഷേ പാട്ടിലുണ്ടായിരുന്ന ഒരു എനർജി ഈ ഒരു പെർഫോമൻസിൽ കുറച്ച് കുറഞ്ഞു പോയി. ആ ഒരു കുറവ് നമ്മുടെ മാർക്കിനും കുറയ്ക്കുമോ? റിസൾട്ട് പറയട്ടെ? നിഖില, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ. ആശ്വാസമായി. അൽക്ക, നിഖില സേഫ് ആയതുകൊണ്ട് അൽക്ക സേഫ് ആകണം എന്നില്ല. ഈ പാട്ടിനോട് 100% നീതി പുലർത്താൻ പറ്റിയോ? നമ്മുടെ പെർഫോമൻസിൽ ആ ഒരു എനർജി കൊണ്ടുവരാൻ പറ്റിയില്ല അല്ലേ? അൽക്ക, ഐ എം സോറി, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ. ശരി, അപ്പൊ രണ്ടുപേരും സേഫ് ആണ്. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു കൊടുക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല, ഈ പാട്ട് കഴിഞ്ഞ് നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഈ റിസൾട്ട് പറയുന്ന ആ സമയം ഉണ്ടല്ലോ, എന്തെന്നില്ലാത്തൊരു സീരിയസ്നെസ് എനിക്ക് കയറി വരും. ഇത് സീരിയസ്നെസ് ആയിരുന്നോ? അതെ. അല്ലാതെ ആരെയും അനുവാദം ഇല്ലാതെ അകത്ത് കയറി വരുന്ന ആള് ആരാ? അഞ്ജലിയാണോ ഇത്? ഇതാരാ? അഞ്ജലിയാണോ? റോസപ്പൂ. അഞ്ജലിയാ? പണ്ട് ഞാൻ കുഞ്ഞിലെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് എന്തോരം റോസാപ്പൂ തന്നു.
ഒന്നും പറയില്ലേ അപ്പൊ ഞാൻ ഒരെണ്ണം ആശിച്ച് തന്നില്ലെങ്കിൽ മോശമല്ലേ? എവിടെയോ കണ്ടുണ്ട് അതാണ്. ഇതാണോ അഞ്ജലി? ആവോ അറിയില്ല, ചോദിക്കട്ടെ. എന്നെ ഓർമ്മല്ലേ? അഞ്ജലി രാജ്. അഞ്ജലി! അങ്ങനെ ഞാൻ അഞ്ജലിയെ കണ്ടെത്തിയിരിക്കുന്നു. ഒറിജിനലല്ലേ? ചേട്ടാ ആ കൊച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അയ്യോ ഭയങ്കര കോയിൻസിഡൻസ് ആയി പോയി കേട്ടോ, ഞാൻ ഞെട്ടി. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചുമ്മാ തമാശക്കല്ലേ അഞ്ജലി എന്നൊക്കെ പറഞ്ഞ്. അല്ല ഞങ്ങള് തമാശക്കായിരുന്നു, ഡെയിൻ സീരിയസ് ആയിട്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല ഇതെങ്ങനെ ഇത് എപ്പിസോഡ് കണ്ടോ കഴിഞ്ഞ ആഴ്ച? കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈ ലെറ്റർ കിട്ടിയപ്പോ ഞാൻ ഓർത്ത് ഡെയിൻ പണ്ടത്തെ നമ്മുടെ സ്നേഹം ഇപ്പോഴും ഉണ്ടെന്ന്. എവിടെ വെച്ചാ കണ്ടത് അഞ്ജലി? ഒറിജിനലല്ലേ? ഞങ്ങള് പണ്ട് കരുവന്നൂർ LP സ്കൂളില് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഡെയിൻ ചേട്ടൻ 8ാം ക്ലാസ്. അല്ലല്ലോ, വർഷം പറ. ഞാൻ 8ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. വർഷത്തിലൊക്കെ എന്ത് കാര്യം? അല്ല അതല്ല, അല്ല ആരൊക്കെ വന്നു പോയത് ഡെയിൻ തന്നെ ഓർമ്മയില്ല. 4 വർഷം 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഇനീഷ്യൽ എന്തായിരുന്നു? അഞ്ജലി രാജ്. പണ്ട് എന്നെ തക്കിടുന്നു ഞാൻ ടുട്ടുമോൻ നല്ല വിളിച്ചോണ്ടിരുന്നു. എന്ത് ടുണ്ടുമോനോ? ടുട്ടുമോൻ. ടുണ്ടുമോൻ. ടുണ്ടുമോൻ എഴുതിയ കത്താണോ ഇത്? ആണോ? അതെ. അഞ്ജലി രാജ് ചപ്രൗസ് കരുവന്നൂർ. തൃശ്ശൂരാ? അല്ലാണ്ട് പിന്നെ ആ. അപ്പൊ ഞാൻ പഴയ എന്റെ കൂടെ പഠിച്ച അഞ്ജലിമാർക്കൊക്കെ പെട്ടെന്ന് ഞാൻ എല്ലാ അഞ്ജലിമാരും അഞ്ജലിമാരോ? കുറച്ച് അഞ്ജലിമാരുണ്ടല്ലോ ഈ പ്രായമായില്ല, അപ്പൊ കുറെ അഞ്ജലിമാരെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാ പെൺകുട്ടികളെ അഞ്ജലി എന്നാ വിളിക്കുക? അല്ല, അഞ്ജലിമാരെ അഞ്ജലി എന്ന് വിളിക്കും, കീർത്തനാന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ആ അഞ്ജലിമാർക്കൊക്കെ എഴുതിയായിരുന്നു. പക്ഷെ ഈ അഞ്ജലി രാജ് കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും അഞ്ജലി രാജ് കത്ത് ഒന്ന് വായിക്കാൻ അഞ്ജലി 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 3 പ്രാവശ്യം അഞ്ജലി പോലെ ഉണ്ട്. ഒരു കാര്യം ഞാൻ തന്നെ വായിക്കാം. വേണ്ട ഞാൻ വായിക്കാൻ അറിയില്ല. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഫീൽ കിട്ടില്ല. ഞാൻ എഴുതിയ ഫീൽ കിട്ടണ്ടേ? എന്നാ കുറച്ച് വികാരത്തിൽ വായിക്കേ. നീ എന്നെ മറന്നുവോ? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിനക്ക് ഇഞ്ചി മിഠായിയുമായി സ്കൂളിന്റെ ഗേറ്റിനരികിൽ കാത്തു നിന്ന ആ 6ാം ക്ലാസ്സുകാരനായ നിന്റെ സ്വന്തം ഡുണ്ടുമോനെ. അന്ന് ഞാൻ നിന്റെ ഡുണ്ടുമോനായിരുന്നു, നീ എന്റെ തക്കടുവും. എന്ത് ചെയ്യാം അഞ്ജലി, എന്റെ ജീവിതം അന്നത്തെ പോലെ ഇന്നും നഷ്ടബോധങ്ങളുടേതാ മാത്രമാണ്. നഷ്ടബോധങ്ങളുടെ അത് അക്ഷരത്തെറ്റാ. ഈ 6ാം ക്ലാസ്സിൽ ഈ ഇത് പഠിപ്പിച്ച ദിവസം മിസ് ആയിരുന്നു. നഷ്ടബോധങ്ങളുടേത് മാത്രമാണ്. അതാണ്. ഇവിടെ ഈ മ്യൂസിക്കൽ വൈഫിന്റെ വേദിയിൽ ആശ ചേച്ചിയും മധുചേട്ടനും മഞ്ജരിയും എല്ലാം കണക്കിന് കളിയാക്കുമ്പോഴും വെറുതെ ഒരു പേര്. ഓക്കെ. എന്റെ തക്കുടു, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളാണ് എന്നെ വീണ്ടും വീണ്ടും ആങ്കർ ചെയ്യാനും ഫ്ലോറിൽ നിൽക്കാനും പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞൊരു തെറ്റിന്റെ പുറത്ത് ഞാൻ നിന്നെ ഓർത്തു, ഒരുപാട് ഓർത്തു. നീ എവിടെയായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്റെ അഞ്ജലി എവിടെയാണ്? 3 പ്രാവശ്യമുണ്ട്. നിനക്കറിയാമോ, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തും ഇപ്പോൾ ഇത്രയും സുന്ദരനായി ആങ്കറായി ലോകമെങ്ങുമുള്ള മലയാളികളുടെ മനസ്സ് കീഴടക്കുമ്പോഴും അത് ഹൈലൈറ്റ്. അത് ഒരു വലിയ പൂജ്യമായത് അല്ല, പൂജ്യമായതല്ല, സ്റ്റാർ ആയത്. ശരി. എന്നും എന്നെ ആനമുട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജഡ്ജസ് കളിയാക്കുന്നത് അത് കേൾക്കുമ്പോ ഫ്ലോറിൽ നിന്ന് അപ്പൊ തന്നെ ഇറങ്ങി പോകാൻ തോന്നും. പിന്നെ പട്ടിണിയെ പറ്റി ഓർക്കുമ്പോ വേണ്ടെന്ന് വെക്കും. അഞ്ജലി, നീ വരുവാണെങ്കിൽ ഞാൻ ഒരു പണിക്കും പോവാതെ നിന്റെ കൂടെ നിന്നോളാം. നീ പണിക്ക് പോകുന്നു, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. എന്റെ പട്ടിണി നീ മാറ്റുന്നു. അങ്ങനെ ഒരു പട്ടിണി ഇല്ലാത്ത ഒരു ജീവിതം, അതായിരുന്നു ഞാൻ കണ്ട സ്വപ്നം. അഞ്ജലി, നിനക്കായി ഞാൻ കാത്തിരിക്കുന്നു. നീ വരില്ലേ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ വേദിയിലെ? ജനുവരിയിലെ തേൻമഴ തൊടും പൂവോ, ജനലഴികളിൽ ചാമരമിടും കാറ്റോ. എന്റെ ഉള്ളിലെ ആ ഒരു കലാകാരൻ പണ്ട് എപ്പോഴും ഉറങ്ങിപ്പോയതായിരുന്നു. പക്ഷെ എന്തോ കഴിഞ്ഞ ആഴ്ച അഞ്ജലിയെ പറ്റി പറഞ്ഞപ്പോൾ അഞ്ജലിയുടെ ഒരുപാട് സ്മരണകൾ എന്നിലേക്ക് വന്നു. അഞ്ജലി അഞ്ജലി എങ്ങും അഞ്ജലി മാത്രം. പക്ഷെ ആ കത്തെഴുതി അഞ്ജലി രാജ് കയറി വരുന്നത് ഞാൻ ചിന്തിച്ചില്ല. അപ്പൊ അത് വേറെ അഞ്ജലി ആയിരുന്നു. കുറെ അഞ്ജലിമാരെ പരിചയപ്പെട്ടിരുന്നു. എല്ലാ അഞ്ജലിമാർക്കും ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അയച്ചായിരുന്നു. അത് ശരി. ഏതെങ്കിലും അഞ്ജലി വരാണെങ്കിലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഈ അഞ്ജലിക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഈ ലെറ്റർ വായിച്ചപ്പോ പണ്ട് അഞ്ജലി ആ മുടി
ഈ ലെറ്റർ വായിച്ചപ്പോഴത്തേക്കും പണ്ട് എന്റെ അച്ഛൻ്റെ ഇന്റെ പല്ലടിച്ചൊക്കെ ഓർത്ത്. അതാണ് അതാണ് ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക പല്ലിന് എന്തോന്ന് തിളങ്ങുന്നുണ്ട്. അതെ, ആ പല്ല് അന്ന് പോയതുകൊണ്ടാ ഇപ്പൊ കമ്പിട്ടത് ഇങ്ങനെ നേരെയാക്കേണ്ടി വന്നേ. ഇപ്പോഴാണ് അത് ഓർമ്മ വന്നതല്ലേ? സത്യം, എന്റെ അണപ്പല്ല് അന്ന് പോയ പോക്കാ. ഈ അണപ്പല്ല് ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയോ? അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ ഹോർലിക്സിന്റെ കുപ്പിയിൽ അങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് നോക്കും. എന്തിനാ? അത് വളരുന്നുണ്ടോ? അതെ, എനിക്കറിയാം അഞ്ജലി ഇങ്ങനെ എന്നെ തേടി വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം അഞ്ജലി. നമുക്ക് ഇതിനെ പറ്റി വിശദമായിട്ട് ഈ ഷോ കഴിഞ്ഞിട്ട് സംസാരിച്ചാലോ? എന്തിനാ നമ്മൾ നാട്ടുകാരൊക്കെ കേൾക്കുന്നേ? അഞ്ജലി സൈറ്റ് അടിച്ച് കാണിച്ചല്ല. അഞ്ജലി മുടി സ്ട്രെയിറ്റ് ചെയ്തോ? നടന്നോളൂ സ്ട്രെയിറ്റ് ചെയ്തോ? ചെറുതായി. ആണോ? പഴയ ലുക്കായിരുന്നു നല്ലത്, ആ ഉണ്ടക്കണ്ണൊക്കെ ആയിട്ടുള്ള. കണ്ണെങ്ങനെ പറ്റുക? എന്തായാലും അഞ്ജലി വന്നു. പക്ഷെ അഞ്ജലി വന്നാലും എന്റെ മനസ്സിൽ നിന്ന് ഒരാളെയാണ് ഞാൻ ഇനി ക്ഷണിക്കാൻ പോകുന്നത്. അടുത്ത മത്സരത്തെയായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം കീർത്തന. ഞാൻ പാടാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത് യാമിനി ദേവി യാമിനി. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ആണ്. അപ്പോൾ ഫേവറേറ്റ് റൗണ്ടിൽ തന്നെയാണ് ഞാനിത് പാടുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കീർത്തന, ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്യുന്നത്? ഫേവറേറ്റ് സോങ് റൗണ്ടാണ്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? യാമിനി ദേവി യാമിനി. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എനിക്ക് കുറച്ച് പണി പുറത്തുണ്ട്. അപ്പൊ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് ബിസി ആയോണ്ടാ. കീർത്തന, സോറി അഞ്ജലി.
അങ്ങനെ നേടിയിരിക്കുന്നു ഗോൾഡൻ ബസ്. കീർത്തന ചേട്ടാ അസലായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു നല്ല ഭൂരിഭാഗവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ഭാവത്തോടു കൂടി കീർത്തന പാടി. ഓക്കെ, നല്ല വോയിസും കേട്ടാ. താങ്ക് യു. ചില ഭാഗത്തൊക്കെ ഫീൽ കൊടുത്ത് പാടിയത്, പ്രത്യേകിച്ച് എനിക്ക് ഞാൻ എടുത്തു പറയേണ്ട ചിലങ്കകൾ എന്നുള്ളിടത്തൊക്കെ കുറച്ച് ഹസ്കിയൊക്കെ ആക്കിയിട്ട് പാടി, അതൊക്കെ വളരെ നന്നായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. താങ്ക് യു. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മഞ്ജുരിയോട് ചോദിക്കാം അല്ലേ? കീർത്തന കലക്കി സൂപ്പറാക്കി. ഞാൻ എക്സ്പെക്ട് ചെയ്ത് പല പ്രാവശ്യവും ഞാൻ വിചാരിച്ചു കീർത്തന ഈ പ്രാവശ്യം ഗോൾഡൻ ബസർ കൊണ്ടുപോവായിരിക്കും. പക്ഷെ എന്തോ അതൊന്നും ആ സമയത്തൊന്നും അങ്ങനെ വന്നില്ല. പക്ഷെ ഈ പാട്ട് നമ്മളൊരു ഗോൾഡൻ ബസർ അടിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു പാട്ടിന് അങ്ങനെ ടോപ്പായിട്ട് പാടിയിട്ട് വേണം അടിക്കാൻ. അതാ, സൂപ്പറായി പാടി. താങ്ക് യു ചേച്ചി. സുന്ദരമായിട്ട് പാടി. ലവ് യു. താങ്ക് യു മഞ്ജുരി. ആശേച്ചി. കീർത്തനക്കുട്ടി, ചേച്ചി ശരിക്കും റിയലി പ്രൗഡ് ഓഫ് യു. ഇപ്രാവശ്യം പാടിയത് ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്കാണ് അത് ഇറങ്ങി വന്നത്. മോള് പാടിയതും കേൾക്കുന്ന നമ്മൾക്കുണ്ടല്ലോ, അതിങ്ങനെ ഇങ്ങനെ കേൾക്കുന്ന മനസ്സിൽ ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്ന ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. രസമായിട്ട് പാടി മോള്. ആ ഒരു ഫുൾ പാട്ടിന്റെ ഫീല് നമ്മളിലേക്ക് ഇറങ്ങി വന്നൊരു ഫീലായിരുന്നു കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നവരെ കാത്തിരിക്കണം. നമുക്ക് ആ നമ്മുടെ ആതിരിക്കുന്ന ആ ഗോൾഡൻ ചൈൽഡിൽ ആ കിരീടം ചൂടിയിരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടോ ഇല്ലയോ എന്നറിയാം. ഓക്കെ, ശരി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ മത്സരം തകൃതയായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി ഒരാളായിട്ട് പെർഫോം ചെയ്യാൻ വിളിക്കണ്ട. അടുത്ത പെർഫോമൻസ് രണ്ടുപേരും ഇട്ടെ. ആയിക്കോട്ടെ. കാരണം ഇവിടെ നടക്കുന്നത് ഡ്യുവറ്റ് റൗണ്ട് ആണ്. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി ആൻഡ് ശ്രീഷ്മ. ഡ്യുവറ്റ് റൗണ്ടിൽ പാടാൻ വേണ്ടിയിട്ട് ഞാനും ശ്രീഷ്മയും പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സോങ് ദേവദൂതൻ എന്ന് പറയുന്ന മൂവിയിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന് പറയുന്ന സോങ്ങാണ്. വിദ്യാജിയുടെ വളരെ മനോഹരമായ ഒരു പാട്ടാണ്. നല്ല രീതിയിൽ ഞങ്ങൾ ഗ്രൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്റ്റേജിൽ കാണാം. ആരാ ഈ ഇരട്ടക്കുട്ടികൾ? അതെ, എന്തൊരു ഒത്തൊരുമ. അതെ, പക്ഷെ നല്ല ഭംഗിയുണ്ട് അതെ, രണ്ടുപേരും. ഈ ഒരു ഭംഗി പാട്ടിലുണ്ടാവട്ടെ അല്ലേ? അതെ. ഓക്കെ, പാട്ടും അതുപോലെ ആയിത്തീരട്ടെ. അതാണ്. ഏത് പാട്ടാ പാടാൻ വന്നേ? ദേവദൂതൻ ഫിലിമിലെ പൂവേ പൂവേ പാലപ്പൂ. അതാണ് ഉടുപ്പിലുള്ള പൂക്കൾ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ
കനവായി മാറിപ്പോയി മണിവെള്ളിൻ അഴകുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ മണിവിൽ കൊടി മഞ്ഞായേ മഞ്ഞിലകൾ മണ്ണിൽ പോയി മൺവാസന ഇന്നിൻ നെഞ്ചിൽ പോയി ഓ ആഹാ വെരി ഗുഡ് വെരി ഗുഡ് musical vibe. Mega finally. Musical vibe. ശ്രീകുട്ടി, ശ്രീഷ്മ, എന്തോ രണ്ടുപേരിലും ശ്രീയുണ്ട്. നടുക്ക് നിൽക്കുന്ന ആൾക്കും ശ്രീയുണ്ട്. അശേജി, ഇതാണ് ഈ വാക്കുകളിലാണ് ഞാൻ വീണു പോകുന്നത്. ഇരിക്കട്ടെ ഇരിക്കട്ടെ. ശരി, ഓക്കെ. മഞ്ജരി, രണ്ടുപേരും നന്നായിട്ട് പാടി. രണ്ടുപേർക്കും നല്ല സ്വീറ്റ് ശബ്ദമുള്ള ആൾക്കാരാണ്. എനിക്കൊരു അതിനകത്തൊരു പൂവേ പൂവേ പാലപ്പൂവേ അങ്ങനെ ഒരു സംഗതി വേറെ വ്യത്യാസമില്ല അതില്. വൺ ഡേ അത് വന്നില്ല, അത് ക്ലിയർ ആയില്ല. അപ്പൊ അതൊന്ന് ശ്രീകുട്ടി അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതില് ശ്വാസം ഇടയ്ക്ക് വെള്ളമിറക്കി പോയി. എന്താ വിഴുങ്ങിയോ വാക്ക്? കട്ടായിപ്പോയി. വിശന്നു പോയി, പെട്ടെന്ന് വെള്ളമിറക്കി. അവിടെ എത്തിയപ്പോ പിന്നെ ഇല്ല, കട്ടായി പോയി. അതേപോലെ ശ്രീഷ്മ നന്നായി പാടി. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചെറിയ സ്ഥലങ്ങൾ മാത്രം ഒരു ഫ്ലാറ്റായി പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ശരിക്കും രണ്ടുപേരും എൻജോയ് ചെയ്ത് ഞങ്ങൾക്കൊരു നല്ല പെർഫോമൻസ് തന്നു എന്ന് തന്നെ പറയാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജരി. മഞ്ജുചേട്ടാ, ശ്രീകുട്ടി ആൻഡ് ശ്രീഷ്മ എന്തോ നല്ല ചേർച്ച, പേരിലും വേഷത്തിലും എല്ലാത്തിലും. നിങ്ങൾ പല്ലവി എല്ലാം നല്ല രസമായിട്ട് പാടുന്നുണ്ട്. അനുപല്ലവിയും ചരണം വരുമ്പോഴാണ് കുറച്ച് രണ്ടുപേർക്കും ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ റൂട്ടിൽ തന്നെ വിദ്യാജി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ, ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ, പഴകിയോരോർമ്മയായി മിഴിനീരുവാർക്കും, പഴകിയോരോർമ്മയായി മിഴിനീരുവാർക്കും, പാഴിരുൾ തറവാടിൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു ഓണനിലാവും ഞാനും, ഈ ഓണനിലാവും ഞാനും. ഈ പാട്ട് കാലക്കി. മധുവിന്റെ ഭയങ്കര ഫാനാണ് കേട്ടോ ഞാൻ. അതെ, നമ്മളെല്ലാവരും. അതെ, പറയാതിരിക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. ഗംഭീര ഫാനാണ്. ശരി, താങ്ക് യു മഞ്ജുചേട്ടാ. ആശേജി, ഞാൻ കുറേ കാര്യം പറയണം പാട്ടിനെ കുറിച്ചല്ല. നിങ്ങളുടെ ആ ഒരു ആ നിപ്പുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അന്ന് ഒരു ആദ്യം നിൽക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസിലൊക്കെ നിന്ന് കമന്റ് എല്ലാം കേട്ടപ്പോൾ പൂവൊക്കെ കുറച്ചിങ്ങനെ വാടിപ്പോയ പോലെ രണ്ടുപേരും ആ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയായിരുന്നു പാടി തുടങ്ങിയപ്പം. ഒരു കാര്യം മനസ്സിലാക്കിയത് ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ രണ്ട് കാര്യമാണ്. നിങ്ങളുടെ പ്രശ്നമല്ല, ഒന്ന് ഉമിനീരും ഒന്ന് ശ്വാസവും. രണ്ടും നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട സാധനമാണ് എൻ്റെ പൊന്നുമക്കളെ. ആക്ച്വലി പറഞ്ഞത് ഒരു പാക്കേജ് പോലെയാണ് എനിക്ക് തോന്നിയത്, പാട്ടും ഡാൻസും എല്ലാം കൂടി. ഓൾ ദി വെരി ബെസ്റ്റ്. രണ്ട് ശ്രീകുട്ടി, ശ്രീഷ്മ, ഇനി നിങ്ങൾ ഇന്നത്തെ ദിവസം പാടിയ ഈ ഡുവറ്റ് റൗണ്ടിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലുള്ള റിസൾട്ട് അറിയാനുള്ള സമയമാണ്. ആരുടെ റിസൾട്ട് ആദ്യം പറയണം? ആരുടെ വേണേലും പറയാം. ശ്രീഷ്മ ഇന്ന് ആദ്യത്തെ പാട്ടാണ് പാടിയത് അല്ലേ? അപ്പോ ശ്രീഷ്മയിൽ നിന്ന് തുടങ്ങിയാലോ, അല്ലെങ്കിൽ ശ്രീകുട്ടിയിൽ നിന്നും തുടങ്ങാം? അപ്പൊ ശ്രീകുട്ടി റിസൾട്ട് പറയട്ടെ. ശ്രീകുട്ടി 2 പ്രാവശ്യം ഗോൾഡൻ ബസ് 2 പ്രാവശ്യം നേടിയിട്ടുണ്ട്. ആ ആളാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് എന്തോ ശ്രീകുട്ടിയിൽ
കുറച്ച് വീക്കായിട്ടുള്ള ശ്രീകുട്ടിയെ കാണാൻ പറ്റി. അത് പാട്ടിനെയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടാകാം. റിസൾട്ട് പറയട്ടെ. ശ്രീകുട്ടി, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ഈ പ്രാവശ്യം സേഫ് ആയിട്ടുള്ളത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. ഇവർ പറഞ്ഞ പോലെ എവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ശ്രീഷ്മയുടെ റിസൾട്ട് അറിയാം. കുറച്ച് ടെൻഷൻ അടിപ്പിച്ചിട്ട് ശ്രീഷ്മ, എന്തോ ആദ്യത്തെ പെർഫോമൻസ് ആണ് ഇന്നത്തെ അല്ലേ? ശ്രീകുട്ടി എന്തായാലും സേഫ് ആയിട്ടുണ്ട്. ശ്രീഷ്മ സേഫ് ആകുമോ? ശ്രീഷ്മ, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ രണ്ടുപേരും ഇതാ സേഫ് ആയിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരോടും പറയാനുള്ളത്, രണ്ടുപേർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അടുത്ത റൗണ്ടിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വേണ്ട. നമുക്ക് ഈ അടുത്ത വീണ്ടും ആ ചെയറിൽ വന്ന് ഇരിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തിൽ വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ഫേവറേറ്റ് സോങ് റൗണ്ടിലാണ് അടുത്ത മത്സരത്തിൽ വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഗോൾഡൻ ചൈൽഡിൽ ഇരുന്ന ആളാണ്, ഗോൾഡൻ ബെസ്റ്റ് നേടിയെടുത്ത ആളാണ്. അതാണ് കുറച്ചേരായിട്ട് ഇവിടെ കാണാത്തത്. നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആതിര PT. ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള റൗണ്ട് ഫേവറേറ്റ് സോങ് റൗണ്ടാണ്. ഞാൻ പാടാൻ പോകുന്നത് കരയാതെ കണ്ണുറങ്ങുക എന്നുള്ള പാട്ടാണ്. അപ്പം എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നന്നായി പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കരയാതെ കണ്ണുറങ്ങ ആതിര കുഞ്ഞുറങ്ങ
കരയാതെ കണ്ണുറങ്ങ ആതിര കുഞ്ഞുറങ്ങ മാറോടു ചേർന്നുറങ്ങ താമരത്തേനുറങ്ങ കൈവളരാൻ നേരം പദമായിരം വേണം മെയ് വളരാൻ നേരം കണ്ണായിരം വേണം വാലിട്ടു കണ്ണെഴുതി കിളിപ്പാട്ടു കൊഞ്ചേണം കരയാതെ കണ്ണുറങ്ങ ആതിര കുഞ്ഞുറങ്ങ നൈസ് നൈസ്. Oh, what musical vibe. Hey, mega finally. അതിരാ ആദ്യം തന്നെ ഈ ഒരു സോങ് സെലക്ഷൻ ഒരു വലിയ കാര്യം. ഈ ഒരു പാട്ട് കേട്ട ആരുടെയായാലും കണ്ണൊക്കെ ഒന്ന് നിറയും. അങ്ങനെ കണ്ണുകൾ നിറഞ്ഞ ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചേച്ചി ഈ പാട്ട് കേട്ടപ്പോ കുറച്ച് ഇമോഷണൽ ആയി പോയോ? ശരിക്കും എൻ്റെ മക്കളെ ആശ്രയിച്ച് ഇമോഷണൽ ആവുന്നു. മക്കളെ ഓർമ്മ വന്നു. താങ്ക് യു സോ മച്ച് ഈ പാട്ട് പാടിയതിന്. നമുക്ക് എത്രയായാലും നമുക്ക് മുറിച്ചു വെക്കാൻ പറ്റാത്ത ബന്ധമാണ് അമ്മയും മക്കളും തമ്മിൽ. രണ്ടുപേരും ദൂരെയാണ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എനിക്ക് അവർ. അത്ര മോളുടെ പാട്ട് എന്നിലേക്ക് എൻ്റെ മനസ്സിൽ തങ്ങിയെന്ന് വേണം പറയാൻ. എത്ര രസമുണ്ടായിരുന്നു. ഭയങ്കര സങ്കടം വന്നു എനിക്ക്. ചില ഓരോ വരികൾ ഇത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണെന്ന് വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. നല്ല കാര്യത്തിനാണ് ഒരാൾ പുറത്ത് പഠിക്കുകയാണ്, ഒരാൾ വിവാഹം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്താണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ വിട്ടു പിരിഞ്ഞ് പോകുമ്പോഴുള്ളൊരു പെയിൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. ഭയങ്കര രസമായിട്ടാണ് മോള് പാടിയത്. അതുകൊണ്ടാണല്ലോ എനിക്കത് ഇങ്ങനെ മനസ്സിലേക്ക് എത്തിയത്. താങ്ക് യു. ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് ഡെഡിക്കേറ്റ് ഉള്ളതോടെ. അമ്മുനും പങ്കുവിനും വേണ്ടിയിട്ട് അമ്മ അത് ഡെഡിക്കേറ്റ് ചെയ്യും. ഇത് മോള് നന്നായിട്ട് തന്നെ പാടി. നല്ല സെലക്ഷൻ കേട്ടോ, അത് ആദ്യമേ പറയട്ടെ. ഉഗ്രൻ സെലക്ഷൻ, വളരെ നല്ല സെലക്ഷൻ. പിന്നെ ആതിരയുടെ ശബ്ദത്തിലൊരു ഫീലുണ്ട്, അത് പാട്ടിലുടനീളം. അതുകൊണ്ടാണ് ആശയുടെ കണ്ണ് നിറഞ്ഞു പോയത്. വളരെ നല്ലൊരു ശബ്ദമാണ് ആതിരയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ശ്രുതി പ്രശ്നം എനിക്ക് തോന്നി ആതിരയ്ക്ക്. ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ശ്രുതി ചേരായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി മാക്സിമം സ്റ്റഡി ആക്കാൻ നോക്കണം കേട്ടോ. ആതിര ഒന്നുകൂടി ശ്രദ്ധിച്ച് പാടിക്കഴിഞ്ഞാൽ ഈ പാട്ട് ഒന്നും കൂടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഞാൻ കുറച്ചും കൂടെ കരയുന്നതാണ് കുറച്ചും കൂടി ആശ കരഞ്ഞാണ്, പൊട്ടി പൊട്ടി കരഞ്ഞാണ്. അപ്പൊ എന്തായാലും ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മധുചേട്ടാ. മഞ്ജരി, ഈ ഒരു പാട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അതിൻ്റെ ഫീലിലാണ്. അപ്പോൾ ആ ഫീല് ആതിരയുടെ വോയിസിനകത്തുണ്ട്. അതാണ് ശരിക്കും പ്രേക്ഷകരിലേക്ക് എത്തിയതും ആതിരയുടെ ആ വോയിസിനകത്തൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ്. ശബ്ദം കുറച്ചുകൂടി നമ്മൾ എല്ലായിടത്തും ഒരേ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ നിലവിളിക്കാന്നുള്ളതല്ല, അതിനൊരു ബേസിക് ലെവൽ വേണം. ഇല്ലെങ്കിൽ അത് നമുക്ക് കേൾക്കില്ല. ആതിര പാടുന്നത് പകുതിയും കുറച്ചുകൂടി ഒന്ന് ബോൾഡായിട്ട് വോയിസിനെ ട്രീറ്റ് ചെയ്യുക. അല്ലാതെ ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുള്ളായിട്ട് പാടി, നല്ല ഫീലോടുകൂടെ പാടി. ഒന്നും പറയാനില്ല. ദൈവം ഈ പാട്ട് കേട്ടിട്ട് ആതിരയെ അനുഗ്രഹിക്കട്ടെ. ഒരു കുഞ്ഞുവാവ ഉണ്ടാവട്ടെ. ശരി ആതിര. അപ്പൊ എന്തായാലും ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ചൈൽഡിൽ ഇരുന്ന ആളാണ്. അതുകൊണ്ട് ഈ ആഴ്ച സേഫാണ്. പക്ഷേ പാട്ടിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത റൗണ്ടിൽ വരുമ്പോൾ നമുക്ക് ഈ ഗോൾഡൻ ചെയറിന്റെ പവർ ഉണ്ടാവില്ല. അടുത്ത റൗണ്ടിൽ നന്നായി പാടിയാൽ മാത്രമേ പിന്നത്തെ റൗണ്ടിലോട്ട് സേഫ് ആവാൻ പറ്റൂ. ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത മത്സരത്തിൽ വിളിക്കാനുള്ള സമയമാണ്. അടുത്ത ഡ്യുവറ്റ് ആയാലോ നമ്മുടെ രണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീകുട്ടി ശ്രീനാഥ് ആൻഡ് അമൃത ജയകുമാർ. ഞങ്ങൾ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത് ഡ്യുവറ്റ് സോങ് റൗണ്ടിലാണ്. ഇന്ന് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സോങ് വിദ്യാസാഗർ സാറിന്റെ ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ പൈക്കുറുമ്പിയെ മേയ്ക്കും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഫ്ലോറിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇനി ഫ്ലോറിൽ കാണാം. Wow, wow, musical vibe. Hey, mega finally.
രണ്ടുപേരും ഒരുങ്ങി തിരിച്ചാണല്ലോ വന്നേക്കണ. കൈ കോർത്ത് പിടിച്ച് രണ്ടുപേരും ഒരേപോലത്തെ സാരി Sistersനെ കൈകൾ പോലെ. ചേർത്ത് പിടിച്ച്. ഓ ശരിയാണ്, ഒരേപോലത്തെ രണ്ട് കളറാണെന്നേ ഉള്ളൂ അല്ലേ? അതെ 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 അതെ. സെയിം ഡിസൈൻ ആണോ? ഇല്ല, ഡിസൈൻ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. ഒരെണ്ണത്തില് മാനും ഒരെണ്ണത്തില് മഴുവ. അല്ല എന്താ ഒരെണ്ണത്തില് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ചേട്ടാ. പാട്ട് കഴിഞ്ഞ് ഒരെണ്ണത്തില് ശ്രദ്ധിച്ചില്ല. ഒരെണ്ണത്തില് മാനുണ്ട്, അപ്പുറത്ത് കയ്യാ. എന്തായാലും ആ നടത്തത്തിൽ തന്നെ ഒരു ഐക്യം ഉണ്ടായിരുന്നു അതെ, അതെ, അതെ. രണ്ടുപേരും തമ്മിൽ, അല്ലേ? അപ്പൊ ഈ ഒരു ഐക്യം, ഈ ഒരു കൂട്ടായ്മയും പെർഫോമൻസിൽ ഉണ്ടാവട്ടെ. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? പൈക്കുറുമ്പിയമേക്കും. ആഹാ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. സുൻ 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 സുനനന സുൻ 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 സുനനന സുൻ സുനനന സുൻ സുൻ സുനനന സുൻ സുനനന സുൻ സുനനന സുൻ സുനനന മൈക്കുറുമ്പിയമേക്കും മൈക്കറുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെ ഇവിടെ പോയിടി കണ്ണൻ മധുവിധു കാലമല്ലേ മധുരയ്ക്ക് പോയതല്ലേ മണിമയിൽ പീലി രണ്ടും പറന്നിട്ട് പോയതല്ലേ നറുവെണ്ണിലാവ് പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ മൈക്കുറുമ്പിയമേക്കും മൈക്കുറുമ്പിയമേക്കും മൈക്കറുമ്പിയം പെണ്ണേ മൈക്കറുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെ ഇവിടെ പോയിടി കണ്ണൻ ആറ്റോരത്തല്ലി നിലാവിൽ അലിപോലും ഒരീറക്കുഴലിൽ വരിവണ്ടായി മൂളിയതാരാണ് ആറ്റോരത്തല്ലി നിലാവിൽ അലിപോലും ഒരീറക്കുഴലിൽ വരിവണ്ടായി മൂളിയതാരാണ് കല്ലുവച്ച കമ്മലിന്മേലും അവച്ചതും ഇന്നലെ നിൻ കഥമണി കണ്ണിടയിലെ കനക വിളക്ക് കൊളുത്തിയതും മയങ്ങുന്ന നേരത്തു നിൻ മാറിൽ മെല്ലെ ചാരിയതും മനസ്സിന്റെ മൺമുറിയിൽ മധുരത്തു വെണ്ണയൊഴുകിയതും കണ്ടതാണു പെണ്ണേ കൺകവർന്ന പെണ്ണേ പൂവണിഞ്ഞ രാത്രി മുല്ലേ പൈക്കുറുമ്പിയമേക്കും മൈക്കുറുമ്പിയമേക്കും മൈക്കറുമ്പിയം പെണ്ണേ മൈക്കറുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെ ഇവിടെ പോയിടി കണ്ണൻ Go,
ഒഴുകിയതും പരിഭവമാരി വിളക്കലസിലികളെ ഒഴുകിയതും കണ്ണനാണു പെണ്ണേ കൺകവർന്ന പെണ്ണേ പൊലിസണിഞ്ഞ രാത്രി മുല്ല മൈക്കുറുമ്പിയെ മേയ്ക്കും മൈക്കറുമ്പിയം പെണ്ണേ പെണ്ണേ കാത്തു നിൽക്കാതെ ഇവിടെ പോയിടി കണ്ണൻ മധുവിധ പാലമല്ലേ മധുരയ്ക്ക് പോയതല്ലേ മണിമയിൽ പീലി രണ്ടും മറന്നിട്ടു പോയതല്ലേ ഒരു വെണ്ണിലാവ് പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ മൈക്കുറുമ്പിയെ മേയ്ക്കും മൈക്കറുമ്പിയം പെണ്ണേ പെണ്ണേ കാത്തു നിൽക്കാതെ ഇവിടെ പോയിടി കണ്ണൻ. ആഹാ വെരി ഗുഡ് വെരി ഗുഡ്. നൈസ് നൈസ് നൈസ്. Wow, musical vibe. Hey, mega finally. അമൃത, ശ്രീകുട്ടി രണ്ടു പേരും കൂടി തകർത്തു. ഒരു സിനിമ കണ്ട ഒരു ഫീൽ ആയിരുന്നു. താങ്ക് യു ചേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പാട്ടിനെ കുറിച്ച് കേൾക്കാം. മഞ്ജരി, അമൃത ആൻഡ് ശ്രീകുട്ടി രണ്ടുപേരും അസലായിട്ട് പാടി. സൂപ്പറായിരുന്നു. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. എനിക്ക് ആ തുടക്കത്തിലാണ് ആദ്യം പ്രശ്നങ്ങൾ വന്നത് അമൃതയുടെ സിംഗിങ്ങിൽ. പിന്നെ തുടർച്ചയായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നൊരു സ്റ്റഡി ആവാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു പാട്ട്. പിന്നെ ശ്രീകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീകുട്ടി നല്ല ധൈര്യമായിട്ട് പാടി. ഇനി ഒന്നും പറയാനില്ല. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. റിസൾട്ട് എന്താണെന്ന് കണ്ടറിയാം. നോക്കാം. ഓക്കെ, താങ്ക് യു മഞ്ജരി. മധുചേട്ടാ, അപ്പൊ അമൃതയ്ക്ക് ഇന്ന് എന്താണ് പറ്റിയത്? ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ മഞ്ജരി ഓൾറെഡി സൂചിപ്പിച്ചു ഹമ്മിങ് പ്രോബ്ലംസ്, അത് ഒന്ന് സ്റ്റഡി അല്ലായിരുന്നു, ഒന്ന് പെർഫെക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നി ശരിക്കും നന്നായിട്ട്. എന്തായാലും ഈ സാരിയുടെ കളറും ആ ഹെയർ സ്റ്റൈലും എല്ലാം ഭേഷായിരിക്കണോ. ഇനി ശ്രീകുട്ടിയെ പറ്റി. ശ്രീകുട്ടി ചേട്ടാ അല്ലേ? ശ്രീകുട്ടി അല്ലേ? മമ്മൂക്കയുടെ ശബ്ദം പോലെ. ഇത് എത്ര ടാലന്റുകളെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയല്ല, പാട്ട്, അഭിനയം, മിമിക്രി, മിമിക്രി, ഡാൻസ്, എന്താ ചെയ്യാ. സകലകല വല്ലഭൻ അല്ലേ? അപ്പൊ ശ്രീകുട്ടി, ചേട്ടാ ശ്രീകുട്ടിയുടെയും അടിപൊളിയായിട്ടുണ്ട് ഡ്രസ് കേട്ടോ. പാട്ടാണെന്ന്. പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അസലായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി കേട്ടോ. വളരെ നന്നായിട്ട് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു ശ്രീകുട്ടി പാടിയത്. ശ്രീകുട്ടി ആൻഡ് അമൃതക്കുട്ടി, അതിൽ ഓൾറെഡി ഒരു കുട്ടി ഉള്ളതുകൊണ്ട് ഒരു കുട്ടി ചേർത്തതാണ്. കാര്യം നിങ്ങൾ നന്നായി പാടുന്നെന്നും നിങ്ങളെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളൊക്കെയാണ്. എന്ത് ശാരീരിക പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും ഈ ഒരു 5 മിനിറ്റ് അതൊന്നും ചിന്തിക്കാൻ പാടില്ല. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മാക്സിമം ഭംഗിയാക്കാൻ മാത്രമേ ശ്രമിക്കാൻ പാടുള്ളൂ. മധു പറയും പോലെ കാണാനും നല്ല ഭംഗിയുണ്ട്, പാട്ടും വളരെ മനോഹരമായിരുന്നു. ഓക്കെ, താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. ഈ മധ്യമാവധിയിൽ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ദാസേടൻ പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട്. തുള്ളി തുള്ളി നീ പാടമ്മ സീതയമ്മ, നീ കണ്ണീർ വിട്ടാൽ ചിന്ന മനം താങ്കാതമ്മ, തുള്ളി തുള്ളി നീ പാടമ്മ സീതയമ്മ, ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮನೇ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ, ನಮ್ಮಮ್ಮನೇ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. സബാഷ്. ആഹാ, കലക്കി. ഏതായാലും നിങ്ങൾ രണ്ടുപേരും നന്നായി പെർഫോമൻസ് ചെയ്തതുകൊണ്ടാണ് നമുക്കിതാ അവരുടെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റിയത്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് റിസൾട്ടാണ്. അമൃത, ശ്രീകുട്ടി, ഇന്നത്തെ ഈ ഡ്യുവറ്റ് റൗണ്ടിൽ നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള റൗണ്ടിൽ നിങ്ങൾ സേഫ് ആകുമോ ഇല്ലയോ എന്നറിയാനുള്ള സമയമാണ്. അടുത്ത റിസൾട്ട് ആദ്യം അറിയാം. അമൃത അറിയാം? ശ്രീകുട്ടി, അമൃത നന്നായി പാടിയോ ഇല്ലയോ? പാടി, ഉറപ്പായിട്ടും പാടി. ശ്രീകുട്ടി നന്നായി പാടിയോ ഇല്ലയോ? നന്നായിട്ട് പാടി. പക്ഷെ അമൃതയിൽ എവിടെയോ ചെറിയ പ്രശ്നങ്ങളുണ്ടായി അല്ലേ? റിസൾട്ട് പറയട്ടെ അമൃത. പറയാം. അമൃത പാടിയ പോർഷൻ വെച്ചാണ് നമ്മൾ ജഡ്ജ് ചെയ്തിട്ടുള്ളത്. അതനുസരിച്ചാണ് റിസൾട്ട്. അമൃത, യു ആർ ഇൻ ഡേഞ്ചർ. സാലേ പോട്ടെ.
നമുക്ക് എലിമിനേഷനിൽ ഇനിയും സമയമുണ്ട്, ഒരു അവസരം കൂടി ഉണ്ട്. എലിമിനേഷൻ ആദ്യമായിട്ടാണ് വരുന്നത്? ആദ്യമായിട്ടാ. ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി ഈ ഭാഗത്തേക്ക് വരരുത്. ഓക്കെ, ഇനി നമുക്ക് ശ്രീകുട്ടിയുടെ റിസൾട്ട് അറിയാം. ശ്രീകുട്ടി ചേട്ടാ, അമൃത ഡേഞ്ചർ സോണിലായി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാടി ഒരേ പാട്ട്. അപ്പൊ ശ്രീകുട്ടിയുടെ റിസൾട്ട് എന്തായിരിക്കും അറിയില്ല. നിങ്ങൾ മൂന്നുപേരും ഏൽപ്പിക്കുകയാണ് റിസൾട്ട് പറയാനുള്ള അവകാശം. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചുള്ള പാട്ടല്ലേ, എല്ലാരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുപാടി എന്നാണ് പറയുന്നത്. അപ്പോ ഒരാൾക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പാട്ടിനെ ബാധിക്കും. ശ്രീകുട്ടിയുടെ ഭാഗത്തും തെറ്റുകളുണ്ടാവാം. ഉണ്ടാവാം. എന്തിനാ വെറുതെ ഇത്രയും പറയുന്നത്? ശ്രീകുട്ടി സേഫ് അല്ല. ഡിബേറ്റിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾക്ക് പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് മൊത്തത്തിൽ ബാധിക്കും. അതെ, മൊത്തത്തിൽ ആ പാട്ടിനെ ബാധിക്കും, നമ്മുടെ ജഡ്ജ്മെന്റിനെ അത് ബാധിക്കും. മറ്റേയാള് ചിലപ്പോ നന്നായി പാടിയാലും അയാളെ എഫക്ട് ചെയ്യും. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ അങ്ങനെ എഫക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ തരികയാണ്. പതുക്കെ പതുക്കെ മുഖമൊക്കെ മാറുന്നുണ്ടായിരുന്നു. മധുചേട്ടാ, നമ്മുടെ അഭിനയം വിജയിച്ചിരിക്കുന്നു. കൺഗ്രാചുലേഷൻ. ഇവര് ഗായകർ മാറി അഭിനേതാക്കളാകുമ്പോ നമുക്ക് പണിയാവാളെ രണ്ടുപേരും അധികം പ്രോത്സാഹിപ്പിക്കേണ്ട ചേച്ചി. കാര്യം പറഞ്ഞില്ല, നമ്മുടെ പണി പോകും. അതെ, ഏതായാലും ഈ ഡ്യുവറ്റ് റൗണ്ടിൽ ശ്രീകുട്ടി നേടിയിരിക്കുന്നു ഗോൾഡൻ ബസാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ അമൃത ഡേഞ്ചർ സോണിലാണ്. പക്ഷെ നമുക്ക് ഒരു അവസരം കൂടിയുണ്ട്. ഓക്കെ, തിരിച്ചു വരണം. ഓക്കെ ശ്രീകുട്ടി, നമ്മൾ എന്തായാലും സേഫായി ഗോൾഡൻ ബസാർ നേടിയിരിക്കുകയാണ്. ഇനി ഗോൾഡൻ ചൈൽഡ് ഈ ആഴ്ച ഇരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓൾ ദി ബെസ്റ്റ്. ശ്രീകുട്ടി, അടുത്ത തവണ നമുക്ക് ഡേഞ്ചർ സോണിൽ പോവാം. വേറെ ആരാണ്ട് വരുന്നുണ്ടല്ലോ. ഹലോ, എന്നെ ഓർമ്മയില്ലേ? ഈ കണ്ണ് ഞാൻ എവിടെയോ. അഞ്ജലി രാമകൃഷ്ണൻ. അടുത്ത അഞ്ജലിയോ? പ്രതീക്ഷ കളയുള്ളൂ എന്റെ. പിന്നെയും ആശ ചേച്ചി വിട്ടേക്ക് കേട്ടോ. ചുമ്മാതിരിക്കൂ, ഞാൻ ഇവിടെ ഒന്ന് ഡീൽ ചെയ്യട്ടെ. അഞ്ജലി, ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. എന്തിന്? ഡേഞ്ചറിന്റെ കൂടെ വരാൻ. ഞാൻ ഡെയിന്റെ കൂടെ ജീവിക്കാൻ പോണേന്ന്. നീ ഡെയിൻ തന്നെ എങ്ങനെ ജീവിക്കട്ടെ, ഡെയിൻ തന്നെ അറിയില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വരവിന്റെ ഉദ്ദേശം? ഡേഞ്ചറിന് ഓർമ്മയില്ലേ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആതിര 10ാം ക്ലാസ്സിൽ ട്യൂഷൻ ക്ലാസ്സിൽ ആതിരയുടെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന അഞ്ജലിയാണ് ഞാൻ. അന്ന് ഡേഞ്ചേട്ടൻ ആതിരയുടെ പിന്നാലെ നടന്ന് വെറുപ്പിച്ചിട്ട് ലാസ്റ്റ് അവള് റിജക്ട് ചെയ്തപ്പോ അന്ന് ആതിര കുഴപ്പമില്ല, തൊട്ടടുത്തുള്ള അഞ്ജലി മതി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ചേട്ടന്റെ വീട്ടിലെ പൂച്ചക്കുട്ടിക്ക് എന്റെ പേര് വിട്ടു. പൂച്ചക്കണ്ണുള്ള അഞ്ജലിയുടെ പേര് എന്റെ വീട്ടിലെ പൂച്ചക്കുട്ടിക്ക് അഞ്ജലി എന്ന് പറഞ്ഞു. ഇതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടായിരുന്നു അഞ്ജലി. ഇത് ഞാൻ അയച്ച കത്താണോ? സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ മിസ്സായപ്പോ ഞാനൊരു കത്തെടുത്ത് അയച്ചതാ അഞ്ജലിക്ക്. സെയിം കോപ്പിയാണോ? അതെ അതെ, അഞ്ജലി നീ 3 പ്രാവശ്യം അഞ്ജലി 3 പ്രാവശ്യം ഉണ്ടായിരുന്നില്ലേ? ഒറ്റ പ്രാവശ്യം അയച്ചാൽ അഞ്ജലി നീ എന്നെ മറന്നോ? അയ്യോ, അങ്ങനെയല്ല. മറന്നോന്നോ? ഇത് ചിലപ്പോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം. എനിക്കല്ലാതെ വിദ്യാഭ്യാസത്തിന് കുറവില്ലല്ലോ. നീ എന്നെ മറന്നു അഞ്ജലി, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. നിനക്ക് ഇത് കഴിഞ്ഞ നേരത്തെ വായിച്ച കഥയൊക്കെ തന്നെ സെയിം ഫോട്ടോ സെറ്റ്. അത് 6ാം ക്ലാസ് ആയിരുന്നല്ലോ. അത് 6ാം ക്ലാസ്, ഇത് 10ാം ക്ലാസ്. അഞ്ജലിമാർ എത്ര പേര് നമ്മൾ കാണുന്നു അഞ്ജലി. അതിനുശേഷം ഈ ലാസ്റ്റ് വീക്കില് അഞ്ജലി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ലെറ്ററും കൂടിയും കിട്ടണേ. അപ്പൊ പിന്നെ ഞാൻ വീട്ടിലെല്ലാവരും ടാറ്റ പറഞ്ഞിട്ട് ബാഗ് എടുത്ത് പോന്നു. പക്ഷെ അന്ന് അഞ്ജലിയുടെ വീട്ടുകാരെന്നെ എന്തോ ഓടിച്ചിട്ടല്ലേ? അത് അങ്ങനെ ഞാൻ ഓർക്കുന്നു. ആതിരയുടെ വീട്ടുകാര് അപ്പോഴാണ് പറഞ്ഞത് ആതിര പോയെന്താ എനിക്ക് അഞ്ജലി ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. ഓക്കെ, സന്തോഷം. ആ ബാഗ് ഞാൻ വേണമെങ്കിൽ പിടിക്കാം. കുട്ടി ഇറങ്ങി വന്നില്ലേ, ഇനിയിപ്പോ എന്താ ഫ്യൂച്ചർ പ്ലാൻ? ഇറങ്ങി വരാന്ന് പറഞ്ഞാൽ തിരിച്ചു കയറാനും പറ്റുമല്ലോ. പറ്റില്ല. ഞാൻ വീട്ടുകാരോട് പറഞ്ഞു ഞാൻ ഇനി തിരിച്ചു വരൂല, ഡേഞ്ചറിനെ കെട്ടിയില്ലെങ്കിൽ ഞാൻ ചത്ത് കളയെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, എന്നോട് പറഞ്ഞിട്ട് വേണോട്ടോ എനിക്ക് ഡേറ്റ്സ് ഒക്കെ നോക്കണം, എന്നിട്ട് വേണം കല്യാണത്തിന് വരണ്ടേ. ചേച്ചി കുത്തരുത് കേട്ടോ. ഓക്കെ,
മഞ്ജലി അല്ല അഞ്ജലി. എനിക്ക് ഇത്രയും കാലം മിസ് ചെയ്തിരുന്നില്ല. ലാസ്റ്റ് എപ്പിസോഡിൽ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതൽ ഭയങ്കരമായിട്ട്. ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ, പൂച്ചക്കൊണ്ടുള്ള ആതിരയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന അഞ്ജലി എന്നിട്ട് എന്റെ പുറകെ നടക്കരുത് ഞാൻ പറഞ്ഞപ്പോ ആ എന്റെ പിറകെ നടക്കാനല്ല കൂടെ നടക്കാൻ ഇഷ്ടം. അത് കേട്ടാണ് എനിക്ക് ഇഷ്ടമായത്. അഞ്ജലി അഞ്ജലി വരട്ടെ. ഞാൻ ഈ ഇപ്പൊ ഒരു അഞ്ജലി ബാക്കിൽ ഒരു ക്യൂ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു അഞ്ജലി അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആ അഞ്ജലിയുടെ അടുത്ത് പോവാം. എന്നിട്ട് അഞ്ജലി, ഇത് ഇനീഷ്യൽ എന്തായിരുന്നു? അഞ്ജലി രാമകൃഷ്ണൻ. ആ അഞ്ജലി രാമകൃഷ്ണൻ, പൂച്ചോണുള്ള രാമകൃഷ്ണന്റെ മോള്. വാ ഇങ്ങോട്ട് വാ. തൃശ്ശൂർ എവിടെയാ വീടെന്ന് പറഞ്ഞേ? കുന്നംകുളത്താ. എന്നിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും പരിപാടി കണ്ടില്ലല്ലോ. ഒരു മെസ്സേജ് അയക്കുക. ഞാൻ ഇത്ര ഷോയും സിനിമയൊക്കെ ചെയ്യണ്ടല്ലേ, എന്നെ കണക്ട് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു അഞ്ജലി. അതെ.